ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് വരുന്ന ക്രിസ്മസ് എക്സാമിന് ലെസൺ 5 തൊട്ടാണുള്ളത്. അപ്പോൾ USSനും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ലെസൺ 5 ഡെസിമൽ മെത്തേഡ്സ് ആ ചാപ്റ്ററിൽ ആദ്യം മുതൽ അവസാനം വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും, ഒപ്പം USSനും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന പോലെയായിരിക്കാം. അപ്പോൾ അതിലത്തെ മെയിൻ പോയിൻറ്റ്സുകളൊക്കെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കാണാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് മാത്രം. ആദ്യമായിട്ട് അതിൽ പറയണത്, ഇപ്പോൾ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചതാണ് 439 ഡിവിഷൻ 100. അങ്ങനെ വരികയാണെങ്കിൽ ഡെസിമലായിട്ട് എഴുതുക. ഡെസിമൽ എന്ന് വെച്ചാൽ പോയിൻ്റ് ആക്കി എഴുതണം. താഴെ 2 0 ഉണ്ട്. അപ്പോൾ നമ്മൾ 439 തന്നെ എഴുതും. 2 0 ഉള്ളത് കൊണ്ട് 2 നമ്പർ ഈ ഭാഗത്തു നിന്നാണ് നോക്കേണ്ടത്. 2 നമ്പറിന് മുന്നിലായിട്ട് പോയിൻ്റ് ഇടും. ഇപ്പോൾ 439 ഡിവിഷൻ 1000 ആണെങ്കിൽ താഴെ 3 zeros ഉണ്ട്. 439 തന്നെ എഴുതാം. ഇവിടെ 3 0. അപ്പോൾ 1 2 3 zeros-ന് 3 നമ്പർ, അതിന് തൊട്ട് മുന്നിലായിട്ട് പോയിൻ്റ് ഇടാം. ഈ 439 ഡിവിഷൻ 10,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 439 തന്നെ എഴുതാം. ഇവിടെ 4 zeros ഉണ്ട്. നമുക്കിവിടെ എത്ര നമ്പറുള്ളൂ? 3 നമ്പേഴ്സുള്ളൂ. 1 2 3. ഒരു നമ്പർ കുറവുണ്ട്. ഒരു 0 മുന്നിലിടാം, എന്നിട്ട് പോയിൻ്റ് ഇടാം. ഇതുപോലെ തിരിച്ചും ചോദിക്കാം. 4.39 ഫ്രാക്ഷനാക്കി എഴുതാൻ പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്ര 0 നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ. പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 3 നമ്പർ ഉണ്ട്, അപ്പോൾ ഇവിടെ 3 0. പോയിൻ്റ് കഴിഞ്ഞ് 4 നമ്പർ ഉണ്ട്, അപ്പോൾ 4 0. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ 6th ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ആ പാഠത്തിലുള്ളത് നമ്മുടെ ഒരു ഡെസിമൽ നമ്പറെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫോർ എക്സാമ്പിൾ 327.45. അപ്പോൾ നമുക്കറിയാം സ്പ്ലിറ്റ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം പോയിൻറ്റിന് മുന്നിലുള്ള നമ്പർ. ഇവിടെ 7 എന്ന് പറയുന്നത് 1s ആണ്, 2 എന്ന് പറയുന്നത് 10s ആണ്, 3 എന്ന് പറയുന്നത് 100s ആണ്. 1s 10s 100s. 4 പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെ ഡെസിമൽ പ്ലേസ് വാല്യൂ 1/10, 1/100. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പോയിൻറ്റിന് മുന്നിലുള്ളത് സാധാരണ ഹോൾ നമ്പറാണ്. 1s 10s 100s ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പോയിൻറ്റിന് ശേഷമാണെങ്കിൽ ഇത് 1/10s 1/100s. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 3 × 100 പ്ലസ് 2 × 10 പ്ലസ് 7 × 1 പ്ലസ് 4 × 1/10 പ്ലസ് 5 × 1/100. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. പിന്നെ ആ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ഡിവിഷൻ എന്താണെന്നും പ്രോബ്ലമായിട്ടെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന രീതി മാത്രം പറഞ്ഞുതരാം. പിന്നെ നമുക്ക് സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ 1.45 ആണ്. എ കിഡ് നീഡ്സ് 1.45 മീറ്റർ ഓഫ് എ ക്ലോത്ത് ഫോർ എ ഷർട്ട്. ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് ഒരു കിഡിന് 1.45 മീറ്റർ ക്ലോത്ത് ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 4 ഷർട്ട് തയ്ക്കാനായിട്ട് എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. മൾട്ടിപ്ലിക്കേഷനാണോ ഡിവിഷനാണോ എന്ന് ആദ്യം അറിയണം. ഒരു ഷർട്ടിൻ്റെ കാര്യം ചോദിച്ചിട്ട് 4 ഷർട്ടിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. തിരിച്ച് 4 ഷർട്ടിൻ്റെ ആകെയുള്ള ക്ലോത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ട് ഒരു ഷർട്ട് എത്ര വേണമെന്ന് ചോദിച്ചാൽ ഡിവിഷൻ. അപ്പോൾ ഒരെണ്ണം ചോദിച്ചിട്ട് കുറേ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, തിരിച്ച് ഓപ്പോസിറ്റ് റിവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഡിവിഷൻ. അത് ഓർത്ത് വയ്ക്കുക. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 1.45 × 4 ആണ് നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറും ഒരു ഹോൾ നമ്പറും സാധാരണ നമ്പറുമാണ് നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പോയിൻ്റ് കൂടി ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിത് 145 എന്നാണ് പറയാം. 145 × 4 ആണ് ആദ്യം ചെയ്യേണ്ടത്. 580 നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം പോയിൻ്റ് ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യേണ്ടതാണ് ആദ്യത്തെ മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്, ഇവിടെ പോയിൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ആകെ എത്ര നമ്പറുള്ളൂ? 2 നമ്പറുള്ളൂ.
അപ്പോൾ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പറേ പാടുള്ളൂ? 2 നമ്പറേ പാടുള്ളൂ. അപ്പോൾ ആൻസർ 5.80. ഇനി സപ്പോസ് ഇവിടെയും കൂടി ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനാണ്. 2 ഡെസിമൽ നമ്പർ, രണ്ടും ഡെസിമൽ നമ്പറാണ്. ഇതും പോയിൻ്റ് ഉണ്ട്, ഇതിലും പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻറ്റു ചെയ്യും? ആദ്യം ഇത് പോയിൻ്റ് ഇല്ലാണ്ട് ഇൻറ്റു ചെയ്യാം. ഇത് പോയിൻ്റ് ഇല്ലാണ്ട് വായിക്കുക 145, ഇത് പോയിൻ്റ് ഇല്ലാതെ വായിക്കുക 4. 145ന് 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യാം. ആൻസർ 580 തന്നെ നമുക്ക് കിട്ടും. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 നമ്പർ ഉണ്ട്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ആകെ എത്ര നമ്പർ വന്നു? ഇവിടെ 2ഉം ഇവിടെ 1ഉം, അപ്പോൾ 3 നമ്പർ ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിനി വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോയിൻ്റ് 145 ഇൻറ്റു പോയിൻ്റ് 04, ഇതാണ് ഇൻറ്റു ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ മാത്രമേ പറയണുള്ളൂ. അപ്പോൾ നമ്മളിത് പോയിൻ്റ് ഇല്ലാണ്ട് 145 എന്ന് പറയും, ഇത് പോയിൻ്റ് ഇല്ലാണ്ട് 4 എന്ന് മാത്രം പറയും. ഇൻറ്റു ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ഓൾറെഡി ഇൻറ്റു ചെയ്തിട്ടുണ്ട്. നമുക്ക് 580 തന്നെ കിട്ടി. പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ട്, പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്. അപ്പോൾ ആകെ എത്ര നമ്പർ ഉണ്ട്? 5 നമ്പർ ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്ര നമ്പറേ ഉള്ളൂ? 3 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ്സ് കുറവാണ്. തൊട്ട് മുന്നിൽ 2 ഡിജിറ്റ് 0 ഇട്ടതിന് ശേഷം പോയിൻ്റ് ഇടാം. ഇനി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. പോയിൻ്റ് കഴിഞ്ഞ് 3 നമ്പർ, പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ, ആകെ 5 നമ്പർ ഉണ്ട്. ആൻസറിൽ നോക്കുക 1 2 3 4 5, 5 നമ്പർ ഉണ്ട്. ഏത് മൾട്ടിപ്ലിക്കേഷൻ വന്നാലും പോയിൻ്റ് ഇല്ലാതെ ഇൻറ്റു ചെയ്തതിന് ശേഷം ലാസ്റ്റ് പോയിൻ്റ് ഇടാം. പോയിൻ്റ് ഇടാനായിട്ട് ഡിജിറ്റ്സ് കുറവാണെങ്കിൽ മുന്നിലാണ് 0 ഇടേണ്ടത്, എന്നിട്ട് പോയിൻ്റ് ഇടേണ്ടതാണ്. അടുത്തത് ഡിവിഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ പോലെയല്ല. ക്വസ്റ്റ്യനിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോഴും അത് പോയിൻ്റ് ഇട്ടിട്ട് തന്നെ ചെയ്യണം. നമ്മൾ സാധാരണ 740.7 ഡിവിഷൻ 6 എന്ന് തന്നെ എഴുതാം. 7ൽ 6 1 ടൈംസ് ആണ്, ബാലൻസ് 14. 1 വരും, നമ്മൾ 4 ഇറക്കി ഇട്ടു. 2 ടൈംസ്, ഇവിടെ ബാലൻസ് 2 വന്നു. 20. 3 ടൈംസ്, ബാലൻസ് 2 വന്നു. ഇനി നമ്മൾ 7 ആണ് ഇറക്കിയിടേണ്ടത്. അതിന് മുന്നേ ആരുണ്ട്? പോയിൻ്റ് ഉണ്ട്. അപ്പോൾ തന്നെ മുകളിൽ എന്തിടാം? പോയിൻ്റ് ഇടാം. എന്നിട്ട് 7 ഇറക്കിയിടാം. 27ൽ 6 എത്ര പ്രാവശ്യം? 4 ടൈംസ്. അപ്പോൾ നമുക്ക് ബാലൻസ് 3 വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പോയിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു എളുപ്പപ്പണിയുണ്ട്. അത് വളരെ ഡീപ്പായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് വന്നാൽ ക്വസ്റ്റ്യൻ ഓൾറെഡി പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഈ ബാലൻസിൻ്റെ കൂടെ നമുക്ക് 0 ഇടാം. 30ൽ 6 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അപ്പോൾ നമുക്കതനുസരിച്ച് റിമൈൻഡർ ഇല്ലാണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. ആൻസർ 123.45. ഇങ്ങനെയായിരിക്കും ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4.05 ഡിവിഷൻ 0.45. ഇതിലും പോയിൻ്റ് ഉണ്ട്, ഇതിലും പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. 2 എണ്ണത്തിലും പോയിൻ്റ് ഉണ്ട്. ഇതിൽ മാത്രം പോയിൻ്റ് ഉണ്ടെങ്കിലാണ് നേരത്തെ രീതിയിൽ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് നമുക്ക് കളയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4.05 നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 405 ഡിവിഷൻ 100 എന്ന് എഴുതാം. പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ ഉള്ളത് കൊണ്ട് ഫ്രാക്ഷൻ ആക്കിയത്. ഡിവിഷൻ 45 ഡിവിഷനും ബൈ 100 എന്ന് തന്നെ എഴുതാം. ഇനി ചെയ്യേണ്ടത് 405 ഡിവിഷൻ 100. ഡിവിഷൻ മാറി, അത് കഴിഞ്ഞ വർഷം ഓൾറെഡി പഠിച്ചതാണ്, ഇൻറ്റു ആവും. ഇവിടുത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലായിരുന്നു. റെസിപ്രോക്കൽ എഴുതാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് തിരിച്ചിടാം. 45/100 എന്നുള്ളത് 100/45. അപ്പോൾ നമുക്കിവിടെ ഈ 100ഉം 100ഉം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 405 ഡിവിഷൻ 45 എന്ന് കിട്ടും. ഇത് സാധാരണ 405 ഡിവിഷൻ 45 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണെന്ന് വെച്ചത് കിട്ടും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ ഉണ്ട്. ഇതിൽ പോയിൻ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തത്. ഇവിടെ പോയിൻ്റ് വന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ ഡിവൈഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ ഉള്ളത് കൊണ്ട് ഫ്രാക്ഷൻ ആക്കി ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതി, ഇതിങ്ങനെ എഴുതി. ഡിവിഷൻ വരുമ്പോൾ അത് ഇൻറ്റു ആവും, അത് അതിൻ്റെ റൂളാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തു. അപ്പോൾ 405 മുകളിലുണ്ട്, താഴെ 45 ഉണ്ട്. അപ്പോൾ ഡിവിഷനാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ഡിവൈഡ് ചെയ്യുന്നപ്പോൾ ചെയ്ത ആൻസർ കിട്ടും. ഇനി അതിൽ ലാസ്റ്റ് ഒരു കുറച്ച് ഭാഗം കൂടി എൻ്റെ ഇടയിലുണ്ടെന്ന് പറയാം. അപ്പോൾ 3/5 ഈ നമ്പറിൻ്റെ ഒരു ഫ്രാക്ഷനാണ്, ഇതിന് ഡെസിമലാക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ട്രിക്ക് ഓർത്ത് വയ്ക്കാം. 5 × 2 ആണ് 10. അപ്പോൾ 3 × 2 എന്ന് എഴുതാം. അതായത് 5 × 2 നമുക്കറിയാം 10 ആണെന്ന്. ഞാൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ. 10 ആയി. 3 × 2 എന്ന് വെച്ചാൽ 6. അതായത് 3/5ൻ്റെ ഒരു ഈക്വൽ ഫ്രാക്ഷനാണ് 6/10. 6th ഓൾറെഡി പഠിച്ചതാണ്.
നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയുള്ളൂ, 5 ഇൻറ്റു ഏത് നമ്പർ ഇൻക്ലൂഡ് ചെയ്താലാണ് 10 100 1000 10,000 ഏതെങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് അറിയാം 5 ഇൻറ്റു 2 ചെയ്ത് എന്ത് കിട്ടും, 10 കിട്ടുന്നു. ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്യണം, എന്നാലാണ് ഈക്വൽ ഫ്രാക്ഷൻ കിട്ടുക. 3/5 ഈക്വലാണ് 6/10. ഇനി നമുക്ക് പോയിൻ്റ് ആക്കിയതിന് എളുപ്പമാണ്, ഓൾറെഡി ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. 6 എഴുതാം, താഴെ ഒരു 0 ഉള്ളത് കൊണ്ട് ഒരു നമ്പർ മുന്നിൽ പോയിൻ്റ്. അപ്പോൾ 3/5 നമുക്ക് സിമ്പിളായിട്ട് പോയിൻ്റ് ആക്കി എഴുതാനായിട്ട് പറ്റി. അടുത്തത് നോക്കാം. ഇപ്പോൾ 4/5 പറയാം. 5 ഇൻറ്റു 2 ആണ് 10 എന്ന് നമുക്കറിയാം. 5 ഇൻറ്റു 2 എഴുതി, മുകളിലും 2 എഴുതണം. അപ്പോൾ 4 ഇൻറ്റു 2 8 8/10 ഈക്വൽ ടു 0.8. വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/20. അപ്പോൾ ആലോചിക്കുക, 2 ഇൻറ്റു 5 ചെയ്താൽ 10 കിട്ടും. അപ്പോൾ 20 ഇൻറ്റു 5 ചെയ്താലും നമുക്ക് കിട്ടില്ലേ. 20 ഇൻറ്റു 5 ചെയ്തു, മുകളിലും ഇൻറ്റു 5 ചെയ്തു. 1 ഇൻറ്റു 5 5. 20 ഇൻറ്റു 5 പറയുമ്പോൾ ശ്രദ്ധിക്കാം, 2 ഇൻറ്റു 5 10 ആണ്. പിന്നെ ഒരു 0 ഇവിടെ കൂടുതലുണ്ട്, അപ്പോൾ 5/100 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 5 എഴുതിയിട്ട് താഴെ 2 0 ഉള്ളത് കൊണ്ട് ഒരു നമ്പറും കൂടി ഇട്ടിട്ട് പോയിൻ്റ് ഇടും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ട്രിക്കുകളുള്ള ചോദ്യങ്ങൾ വരാം. അതായത് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഡെസിമലാക്കാൻ വരും. അപ്പോൾ താഴെയുള്ള ഡിനോമിനേറ്റർ എന്ത് ചെയ്താലാണ് 10 100 1000 കിട്ടുമെന്ന് ചോദിക്കുക. നോക്കുക, ആ സെയിം നമ്പറിനെ ന്യൂമറേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. വേറൊരു നമ്പർ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 2/4. അപ്പോൾ 4നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലും 10 കിട്ടുക. ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടില്ല, 10 കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 25 ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 25 എത്രയാണ്, 50. 4 ഇൻറ്റു 25 എത്രയാണ്, 100. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ 0 കട്ട് ചെയ്യാം. 5/10 ഈക്വൽ ടു 0.5. ഇങ്ങനെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 100 1000 കിട്ടുക എന്നുള്ളത് ഓൾറെഡി 6th പഠിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞു തരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡെസിമൽ ആദ്യം ഇങ്ങനെ ഇതുപോലെ 100 ഒക്കെ വയ്ക്കുമ്പോൾ പോയിൻ്റ് ആക്കാനും ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാനും പഠിച്ചു. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു. പിന്നെ ഡിനോമിനേറ്റർ 10 100 1000 അല്ലാത്ത 3/5 2/4 അങ്ങനത്തെ ഫ്രാക്ഷൻസ് തന്നിട്ട് നമ്മളോട് അത് ഡെസിമലാക്കാൻ പറഞ്ഞു. അങ്ങനെ സിമ്പിളായിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനൊന്നും ഇല്ല, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലത്തെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.